ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഗംഗയും അതുപോലെ തന്നെ അമലും കൂടി നടക്കുകയാണ്. അമലുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് ഗംഗ അങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ അമല് പറയുന്നുണ്ട്, വിനായകേട്ടൻ ഈ നാട്ടിൽ നിന്ന് അസുഖമൊക്കെ മാറി തിരികെ പോയി കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ, ഞങ്ങളെ ഒന്നും മറക്കല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ഇങ്ങനെ നന്നായി കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് വളരെ അകലെ നിന്നായ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ രണ്ട് ഫോറസ്റ്റുകാർ അവിടേക്ക് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഗംഗ കുറച്ചകലെയായി കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അമലുവിൻ്റെ അരികിലേക്കാണ് ആ രണ്ട് ഫോറസ്റ്റുകാർ വരുന്നത്. അങ്ങനെ അവർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടി പെണ്ണെ നീ ഇങ്ങനെ നടക്കുന്നത്, ഇപ്പം എന്തേ നിനക്ക് കൂട്ടൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് പോലീസുകാർ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ചുമ്മാ നടന്നതാണ്, തേൻ കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി നടന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൻ്റെ കൂടെ എപ്പോഴും വേലും ഉണ്ടാവാറുണ്ടല്ലോ, ഇപ്പം എന്താ വേലും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേലുവേട്ടൻ അവിടെയുണ്ട്. ഇവള് ആകെ വളർന്ന് വലുതായാലും പെട്ടെന്നാണല്ലോ ഇവളുടെ വളർച്ച എന്നൊരു പോലീസുകാരൻ ഇങ്ങനെ പൊട്ട രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റുകാർ. അപ്പം അങ്ങനെ ആ സമയത്ത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടെ ആരും വന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ, കുറുനരിയൊക്കെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അല്ലേ, നിങ്ങളെ പരിചയമുള്ളത് കൂടെ ഒന്നും ചെയ്യില്ല, പക്ഷേ പുറത്തുനിന്ന് വന്നവർ വെറുതെ വിടില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം എന്തായാലും ഞങ്ങളൊന്ന് മൂപ്പനെ കാണട്ടെ എന്നും പറഞ്ഞ് അവർ ഫോറസ്റ്റുകാർ മൂപ്പനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും ഗംഗ അമലുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുത്തില്ല, അവരുടെ സ്വഭാവം സംസാരം ഒന്നും ശരിയല്ല, അവരുടെ നോട്ടം ഒന്നും ശരിയല്ല എന്ന് പറയാണ്. ഇവിടെ വരുന്നത് കാട്ടുതേൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അമലു. അതിനുശേഷം മൂപ്പനും അതുപോലെ തന്നെ വേലുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വേലു അപ്പോഴും പറയുന്നുണ്ട്, അവളെ അയാളുടെ കൂടെ വിട്ടത് ഒറ്റയ്ക്ക് വിടാൻ പാടില്ല മാമ എന്ന് പറയാണ്. നീ എന്താ ഇങ്ങനെ സംശയിക്കുന്നത്, എന്നാൽ നിനക്കും കൂടി പോവായിരുന്നില്ലേ അവരുടെ കൂടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അമലുവിന് ഇഷ്ടമല്ല മാമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല, നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്ന് പറയണം. അപ്പോഴേക്കും അവിടേക്ക് ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് മൂപ്പനോട് ചോദിക്കുന്നുണ്ട്, എന്തായി, പുറത്തുനിന്ന് ആരെങ്കിലും വന്നായിരുന്നോ, ചന്ദനക്കടത്തും അതുപോലെ തന്നെ കഞ്ചാവ് കടത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ, പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ഫോറസ്റ്റുകാർ പറയുമ്പോൾ അത് ഞങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കും സാറേ, പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഇവിടേക്ക് ആരും വന്നിട്ടില്ല എന്ന് മൂപ്പൻ കളവ് പറയുകയാണ്. അങ്ങനെ വേലുവിനോട് പറയുന്നുണ്ട്, വേലു സാറുമാർക്ക് 2 കുപ്പി തേനെടുത്ത് കൊണ്ട് കൊടുത്തതെന്ന് പറയാണ്. ശരി മാമ എന്നും പറഞ്ഞ് വേഗം പോയി വേലു 2 കുപ്പി തേനുമായിട്ട് വരികയാണ്. അങ്ങനെ അത് നോക്കിയിട്ട് പറയാണ്, ഇത് ഇപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുചെന്നാലും കെട്ടിയോളും കുട്ടികളും കൂടിയിട്ട് ഇപ്പം തീർക്കും എന്ന് പറയാണ്. അയ്യോ, ഇത്ര മാത്രമേ ഉള്ളൂ സാറേ, എന്തായാലും ഇനി അടുത്തൊന്നും ഈ കാട്ടിലോട്ട് വരല്ലേ കേട്ടോ, തേനൊന്നും ഇല്ല, തേനൊക്കെ എടുക്കാനൊക്കെ ഇല്ലാതായി തുടങ്ങി. അപ്പം അറിയും തേനീച്ചകൾക്ക് വംശനാശം സംഭവിച്ചോ എന്നിങ്ങനെ ഫോറസ്റ്റുകാരങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരത് വാങ്ങിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ നമ്മുടെ വേലു ചോദിക്കുന്നുണ്ട്, എന്താ മാമ അവനെ പറ്റി പറയാഞ്ഞത്, അവനിവിടെ ഉള്ളത് പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ അവനെ പറ്റി പറയരുത്, നമ്മുടെ നാവിൽ നിന്ന് അവനക്ക് ഒരു അപകടം വരുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല, പിന്നെ അല്ല അവൻ നമ്മളെ ചതിക്കില്ല, കാരണം അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തത് നമ്മളാണ്, അങ്ങനെ ഒരുത്തൻ നമ്മളെ ചതിക്കില്ല, അത് നമുക്ക് ഉറപ്പിക്കാം, അങ്ങനെ ചതിക്കുകയാണെങ്കിൽ മലദേവതമാർ അവനോട് കോപിക്കും, അവനെ വെറുതെ വിടില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയു ആണ്. സരയുവിൻ്റെ അരികിലേക്ക് സരയു നമ്മുടെ കല്യാണിയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ ഈ ഓഫീസിൽ നിന്ന് തട്ടാനുള്ള വല്ല പരിപാടി ഉണ്ടോ, അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല ഞാനിപ്പോൾ ശരിയായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഈ കമ്പനിയിൽ ആര് വീഴ്ച സംഭവിച്ചാലും അത് എനിക്കായാൽ പോലും അത് അനുവദിച്ചു കൊടുക്കുന്നതല്ല, പക്ഷേ ഇപ്പം നിൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് നിനക്ക് ഇളവുകൾ തരുന്നതാണ്, നീ എന്തായാലും നിന്റെ ഫോണൊന്ന് നോക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പോൾ പറയാണ്, എന്താ എൻ്റെ ഫോണിലെന്ന് ചോദിക്കുക. അപ്പോൾ നോക്ക് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട്, സാലറി വന്നിട്ടുണ്ടല്ലേ എന്ന് പറയാണ്. കല്യാണി, സാലറി ഡേറ്റ് പോലും ഞാൻ മറന്നുപോയി, എനിക്ക് അതുപോലെ ഓർക്കാനുള്ള ഒരു ഇതില്ല, അങ്ങനെ ഒരുത്തനല്ലേ പുറത്ത് കിടക്കുന്നത്, ഞാൻ എന്തായാലും കല്യാണിയോട് കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടി വന്നതാണ്, കടം ചോദിക്കാൻ വേണ്ടിയിട്ട്, പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാ സരയു ഇങ്ങനെ മനസ്സിൽ വെക്കുന്നത്, പെട്ടെന്ന് ചോദിച്ചൂടെ, നിനക്കിപ്പോൾ എന്തിനാ പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് തരുന്ന സാലറി നിൻ്റെ ചിലവ് കഴിഞ്ഞ് ബാക്കിയുള്ള നിനക്ക് കയ്യിലുണ്ടാകുമല്ലോ, പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ.
കഴിഞ്ഞ പ്രാവശ്യം ഇട്ട സാലറി എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അത് ഞാൻ എടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്ത് തീർക്കണം. കുറച്ച് പൈസ കൊണ്ട് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും സരിയ പൈസ ഒക്കെ എടുത്തിട്ട് ഗുണ്ടകൾക്ക് കൊടുത്തിട്ട് മനോഹരനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും അതും പറഞ്ഞിട്ട് നമ്മുടെ സരിയ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മനോഹറിൻ്റെ അരികിലേക്ക് കിരൺ വരുന്നുണ്ട്. അപ്പോൾ മനോഹർ സാറ് വന്നോ സാറേ, അപ്പോൾ അവൻ്റെ ശബ്ദം ഇങ്ങനെ വല്ലാതെ ഇടറുന്ന പോലെ, തൊണ്ടയിൽ ഇൻഫെക്ഷൻ പോലെ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, നല്ല തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അത്രയ്ക്ക് പിടുത്തമായിരിക്കും അവൾ പിടിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് കിരൺ പറയുന്നുണ്ട് സരയിനെ പറ്റിയിട്ട്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അത് പിടുത്തം ഇത്തിരി മുറുകിപ്പോയി, പക്ഷേ അവളെ പോലീസ് കൊണ്ടുപോയോ സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കേസാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അപ്പോഴേക്കും ഞാൻ അവളെ ഉരുക്കൊണ്ട് വന്നു എന്ന് കിരൺ പറയുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട് എന്തായാലും അവളെ പോലീസ് കൊണ്ടുപോയി കേസാക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ കോടതിയിൽ അവളെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല, അവളല്ല എൻ്റെ കഴുത്തിൽ പിടിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറയുന്നു. മനോഹർ പറയുമ്പോൾ നീ എന്തൊക്കെ ഈ പറയണത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടേക്ക് നിറച്ച് CCTV ഉള്ളതല്ലേ, അതിൽ കാണില്ലേ അവളാണെന്നുള്ളത്. അങ്ങനെ അവൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ഒരിക്കലും പുറം ലോകം കാണില്ലായിരുന്നു എന്നൊക്കെ കിരൺ അങ്ങനെ പറയുന്നുണ്ട്. സാറേ, എൻ്റെ ആഗ്രഹം എൻ്റെ കുഞ്ഞിനൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ് നിനക്ക് ഭാഗ്യമില്ലാതെ ആയിപ്പോയി, കാരണം കല്യാണി കുഞ്ഞുമായി ഇങ്ങോട്ട് വന്ന സമയത്താണ് സരയു വേഷം മാറി വരുന്നത് കണ്ടത്. ഒറ്റ നോട്ടത്തിൽ സരയുവാണ്, അതൊന്ന് മനസ്സിലാക്കിയിട്ടാണ് കല്യാണം ഓടിച്ചെന്ന് ഇവിടുത്തെ സിസ്റ്റർമാരെ അറിയിച്ചത്. അങ്ങനെയാണ് നിൻ്റെ അരികിലേക്ക് സിസ്റ്റർമാർ ഓടി വന്നത് എന്ന് പറയാണ്. അത് ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് നമ്മുടെ മനോഹർ ചോദിക്കാണ്. അപ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞില്ല, എന്തായാലും എൻ്റെ കുഞ്ഞ് ആ സമയത്ത് പുറത്തുണ്ടായിരുന്നില്ലേ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണം, ഇല്ലെങ്കിൽ തിരികെ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പെങ്കിലും എൻ്റെ ഈ ഒരു കാര്യം സാധിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത്തിരി റിസ്ക് ആണ് ആ ഒരു കാര്യം, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് നമ്മുടെ കിരൺ മനോഹറിന് വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഷാരി കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. അരികിലായിട്ട് രൂപയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹറിനെ പറ്റി രൂപ പറയാണ്. മനോഹറിൻ്റെ മാറ്റം അത് സത്യസന്ധമാണെന്നാണ് കിരണും കല്യാണിയും പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ല രൂപേ, എന്തായാലും അവനെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ, അവൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണെന്ന് പറയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ആയിരുന്നത് ഷാരി, നിൻ്റെ മോളായാലും നിൻ്റെ ഭർത്താവ്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നിൻ്റെ ഭർത്താവായാലും അപ്പോൾ നിങ്ങളൊക്കെ മാറിയില്ലേ, പിന്നെ കല്യാണിയുടെ അച്ഛനും അമ്മൂമ്മയും അവരും മാറിയില്ലേ, അപ്പോൾ അതുപോലെ മനോഹറിന് മാറ്റമുണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങളെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ കിരൺ വരികയാണ്. അപ്പോൾ കിരൺ കുഞ്ഞിനെയും കൊണ്ട് ഞാനൊന്ന് പുറത്തു പോവുകയാണ്, കുഞ്ഞിനെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ കൊണ്ടുപോയിക്കോ മോനെ, അപ്പം മാമിൻ്റെ കൂടെ പോവാണല്ലേ എന്ന് പറയാം. അപ്പോൾ കുഞ്ഞിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. മനോഹറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നമ്മുടെ കിരണിൻ്റെ തീരുമാനം. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് സരയു കാറിൽ വന്ന് വരികയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട് ഇന്നെന്തായാലും എനിക്ക് സാലറി കിട്ടിയ ദിവസമാണ്, കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോയിട്ട് കുഞ്ഞിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, മാമനുമായിട്ട് മോന് എപ്പോഴും വേണമെങ്കിലും പുറത്ത് പോകാമല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞുമായിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ ഷാരി പറയുന്നുണ്ട് ഞാനും വരാൻ മോളെ എന്ന് പറയുമ്പോൾ എന്നാൽ വായു എന്നും പറഞ്ഞിട്ട് ഷാരിയും സരയും കുഞ്ഞും കൂടി പുറത്ത് പോവുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് കുഞ്ഞിനെ മനോഹരനെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു, അത് നടന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.